ഹലോ എവരിവൺ, ചുപ്ലി ബീച്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വെജ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പനീർ ബിരിയാണിയാണ് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ കുക്കറിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന റെസിപ്പിയാണ്. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെ ബെല്ലിലേക്കിന് കൂടെ ക്ലിക്ക് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ പനീർ ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം കുക്കർ അടുപ്പത്തേക്ക് വയ്ക്കുന്നു. അതിനകത്ത് കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ നമ്മുടെ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കുക. നമ്മുടെ പട്ട, ഗ്രാമ്പ്, പുതിന ഒക്കെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളുടെ പനീർ നന്നായിട്ട് ക്യൂബ് സൈസാണ് മേടിച്ചത്, അത് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ മസാലയിൽ കിടന്നിട്ട് ആ മസാലയൊക്കെ നന്നായിട്ട് അതുമ്പോൾ പിടിക്കും. പെരിഞ്ജീരകത്തിൻ്റെയും പട്ട, ഗ്രാമ്പൂൻ്റെയൊക്കെ സ്മെല്ല് നന്നായിട്ട് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ മസാലക്കൂട്ട് ഇട്ടതിന് ശേഷം നമ്മൾ പനീർ ഇട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ അതായത് ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമ്മളത് എണ്ണയിൽ നിന്നും മാറ്റിയെടുക്കണേണ്. പിന്നെ ഒരല്പം സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സവാളയാണ് കേട്ടോ. അപ്പോൾ അത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഇതുപോലെ വറുത്തെടുക്കുക. ഞാൻ കഷ്ണണ്ടിക്ക് പകരം കുറച്ച് കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും നന്നായിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളതും ഓയിലിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള ഓയിൽ അതിനകത്ത് കുക്കറിൽ തന്നെയുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ബട്ടർ നന്നായിട്ട് ഇടുന്നുണ്ട്, സവാള, പിന്നെ കഷ്ണണ്ടി വേണമെങ്കിൽ കഷ്ണണ്ടി ചേർക്കാം. ഞാനിപ്പോൾ കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു, അപ്പോൾ അതും കൂടി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഓയിലിലേക്ക് നമ്മളുടെ സവാളയും കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരുപാട് അങ്ങോട്ട് വേവൊന്നും വേണ്ട. നമ്മളിത് ഇതിനകത്തിട്ടാണ് ചോറ് വേവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊന്ന് അതിൻ്റെ പച്ചക്കുത്തൊക്കെ പോയി കഴിഞ്ഞ ശേഷം നമുക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇത്രയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരല്പം കുരുമുളക് പൊടി, പിന്നെ നമ്മൾ ചേർക്കുന്നത് കുറച്ച് ഗരം മസാല, പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസാണ് ചേർക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലൊരു പച്ചപ്പീസ് ഉണ്ടായിരുന്നു, കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു, ഇതൊക്കെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഞാൻ ഈ കപ്പ് ഇങ്ങനെ 1.5 കപ്പാണ് അരി എടുത്തത്. അപ്പോൾ അതുകൊണ്ട് ആ കപ്പിൽ തന്നെയാണ് ഞാൻ വെള്ളം എടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ വേണം ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1.5 കപ്പ് അരി എടുത്തപ്പോൾ ഞാൻ 3 ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചു. അത് അങ്ങോട്ടേക്ക് ഒഴിക്കുകയാണ് ചെയ്തത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അരി കഴുകിയ അരി കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ആ അരിയും കൂടെ ചേർത്ത് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ എടുത്തിട്ടുള്ളത് അലിബാബ റൈസാണ്. അപ്പോൾ അത് എൻ്റെ വേവും കുക്കറിൻ്റെ ഒരു അളവും നോക്കിയിട്ട് വേണം ഇത് വിസിൽ വരുന്നതായിട്ട് വരെ വെയിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ കറക്റ്റ് പാകമായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിലാണ് ഇത് അടച്ചു വെച്ച് വേവിക്കുന്നത്. അരിയുടെ വേവിൻ്റെ അനുസരിച്ച് പിന്നെ ചിലർ കുക്കറിൻ്റെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു വിസിൽ വന്ന ശേഷം ഞാൻ പ്രഷർ മുഴുവനും കളഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് തന്നെ വെള്ളമെല്ലാം വറ്റി നല്ല കറക്റ്റ് പാകത്തിൽ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വെജ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പനീർ ബിരിയാണിയാണ്. നമ്മൾ പനീർ നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഒന്നൊന്നുമേ തൊടാതെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഫസ്റ്റിൽ തന്നെ നമ്മളുടെ പനീർ ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മല്ലിയിലയും ഒരു നാരങ്ങയുടെ കഷ്ണവും വേണം നമുക്ക് ഇത് ഗാർണിഷ് ചെയ്യാൻ. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ മുകളിലേക്ക് മല്ലിയില തൂക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/2 കഷ്ണം നാരങ്ങ. അപ്പോൾ എടുക്കുന്ന ചോറിനനുസരിച്ചിട്ട് വേണം കേട്ടോ. അപ്പോൾ എനിക്ക് ഇത് ഇത്രയും പുളി ആവശ്യമുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാനൊരു 1/2 പീസ് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള പനീരും സവാളയും കപ്പലണ്ടിയും അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മളുടെ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് അത് അങ്ങനെ തന്നെ അടച്ചു വെച്ചൊന്ന് ചൂടാറുന്ന വരെ ഒന്ന് വയ്ക്കുക. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യങ്ങളിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ